സ്തോത്രം 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 സ്തോത്രം. സ്വർഗീയ പർദീസ എന്ന ഈ വീഡിയോയുമായി ഒരിക്കൽ കൂടി സ്വർഗദാതാവിടുത്തെയും മക്കളുടെയും മുൻപാകെ നിൽക്കുവാൻ തന്ന വൻ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. അപ്പം ഇവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പൊന്നപ്പ. സ്തോത്രം സ്തോത്രം. പ്രിയരെ, ഈ വീഡിയോയിൽ ആത്മാവും ജഡവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ കർത്താവിൻ്റെ വൻകൃപയിൽ ശരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആത്മാവാണോ പ്രാധാന്യം, ജഡമാണോ പ്രാധാന്യം എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിലാണെങ്കിലും പരലോകത്തിൽ നിത്യതയിലാണെങ്കിലും ആത്മാവ് തന്നെ പ്രമുഖമായത്. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ നിറഞ്ഞാൽ മാത്രമേ നമുക്ക് ജഡശരീരത്തിന് ആവശ്യമായ സർവ്വതും പൂർണ്ണമാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത്തരണത്തിൽ ഭാരതത്തിൻ്റെ ഇതിഹാസ കാവ്യമായ മഹാഭാരതത്തിലെ ഒരു ചെറിയ സംഭവം സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാഭാരത യുദ്ധം അടുത്തു. കൗരവരും പാണ്ഡവരും തങ്ങളുടെ ബന്ധു കൂടിയായ ശ്രീകൃഷ്ണനെ കാണാൻ വരികയാണ്. മഹാഭാരത കർത്താവ് വേദവ്യാസ്യൻ, ആ മഹർഷി വര്യൻ, ദൈവോന്മുഖമായി ജീവിതം നയിച്ച ആ മഹർഷി വര്യൻ സ്വത്ത് തർക്കത്തിൽ ഏർപ്പെട്ട് സ്വയം നശിക്കുന്ന കുടുംബത്തെ വളരെ മനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു കാവ്യം തന്നെയാണ് പ്രിയരെ മഹാകാവ്യം. അങ്ങനെ അദ്ദേഹം ദൈവമായി ചിത്രീകരിച്ച ശ്രീകൃഷ്ണനെ കാണാൻ വരികയാണ്. പ്രിയപ്പെട്ടവരെ, പാണ്ഡവരും കൗരവരും വലത്തുമിടത്തുമായി നിന്നു. ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വശത്ത് എൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന സൈന്യങ്ങളുണ്ട്, ഒരു വശത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആരെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാം. ശ്രീകൃഷ്ണന് തീർച്ചയുണ്ടായിരുന്നു. ദുര്യോധനൻ കൗരവ മേധാവി സൈന്യത്തെ ആവശ്യപ്പെടുമെന്ന് അതിനാൽ തന്നെ ആദ്യം കൗരവരോടാണ് ശ്രീകൃഷ്ണൻ ചോദിക്കുന്നത്. അദ്ദേഹം ചാടി പറയുക തന്നെ ചെയ്തു, ഒറ്റക്ക് നിൽക്കുന്ന ശ്രീകൃഷ്ണനെ കൊണ്ട് എനിക്കെന്ത് കാര്യം, ഞങ്ങൾക്ക് സൈന്യത്തെ മതി എന്ന് ഉള്ളം കൊണ്ട് വിചാരിച്ച ശേഷം സൈന്യത്തെ മതി എന്ന് പറഞ്ഞു. എന്നാൽ ദുര്യോധനനാകട്ടെ പാണ്ഡവ ജ്യേഷ്ഠൻ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ അങ്ങ് മാത്രം മതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭാരത യുദ്ധാവസാനം കാണുന്നു. കൗരവപ്പട ഒന്നൊഴിയാതെ നശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശ്രീകൃഷ്ണനോടൊപ്പം ദൈവമായി വ്യാസൻ സൃഷ്ടിച്ച ശ്രീകൃഷ്ണനോടൊപ്പം നിന്ന സൈന്യം, പാണ്ഡവ സൈന്യം വിജയിക്കുക തന്നെ ചെയ്തു. ഈ വീഡിയോയിൽ അഭിതം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പരന്തൈവമായ ദൈവത്തോട് ചേർന്നിരിക്കുന്ന മക്കൾക്കുണ്ടായ അനുഗ്രഹത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കുകയാണ്, ഒരു ഗാനം ആലപിക്കുകയാണ്. നക്ഷത്രങ്ങൾ തമ്മിൽ തമ്മിൽ ചോദിച്ചു, യേശു വന്നിടാൻ നേരമായോ. മദ്യവാനിൽ ദൂതഗണങ്ങളുമായി മാനവരെ ചേർത്തിടാൻ യേശു വന്നിടുവാൻ നേരമായോ. സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളും തമ്മിൽ തമ്മിൽ ചോദിച്ചു, നേരമായോ. പാവക്കറകൾ കഴുകി കളഞ്ഞു, ശുദ്ധരായി തോർന്നോര മാനവരെ ചേർത്തിടാൻ യേശു വന്നിടാൻ നേരമായോ. നീലവനം അലയാഴിയോടാ ഒഴിഞ്ഞു, നേരമായോ നേരമായോ. യേശുനാഥൻ വന്നിടാൻ മാനവരെ എല്ലാം ചേർത്തിടുവാനായി. കണ്ണീരെല്ലാം തോർന്നവർ നിത്യാനന്ദമോദമോടെ വാണിട നേരമായോ നേരമായോ.
പറവകൾ മോദം പറന്നു പറന്നു നീങ്ങി വന്നിടും വേഗനാഥൻ വന്നിടും വേഗനാഥൻ മാനവരെ ചേർത്തിടുവാനായി. ഒരു തിരുവചന ഭാഗം വായിക്കുകയാണ്. റൂത്തിൻ്റെ പുസ്തകം 1:17. നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ എന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, റൂത്തിൻ്റെ പുസ്തകത്തിൽ ബത്ലഹേമിൽ നിന്നും മഹാരാജാവിൻ്റെ നഗരമായ ദൈവകുമാരൻ യേശുനാഥൻ വന്നു പിറന്ന നഗരമായ ബത്ലഹേമിൽ നിന്നും അതാ മൊവാബ് ദേശത്തേക്ക് ഒരു കുടുംബം യാത്രയാവുകയാണ്. നവോമിയും ഭർത്താവും 2 മക്കളും അവിടെ ചെന്ന് നന്നായി ജീവിക്കാൻ തുടങ്ങി. ബത്ലഹേമിൽ ക്ഷാമമായിരുന്നതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ മക്കളുടെ വിവാഹം കഴിഞ്ഞു. എന്നാൽ പൊടുന്നനെയായിരുന്നു ഒരു അപകടം. എലിമേലേക്ക് എന്ന ഭർത്താവും മഹ്ലോൻ കില്യോൻ എന്ന തൻ്റെ 2 ആൺമക്കളും മരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിന്നും ഓടി ചില ലാഭത്തിനായി നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്ക്, പൈശാചിക മണ്ഡലങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ ചിലതെല്ലാം ചിലപ്പോഴെല്ലാം നന്മ പോലെ തോന്നുമെങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരു വലിയ നാശം നമുക്ക് വേണ്ടി അവിടെ കാത്തിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ സമ്മാനം തന്നെ. സാത്താൻ്റെ വാക്കുകൾ കേട്ട് സാത്താൻ്റെ അന്തികെ വന്നണഞ്ഞതിനുള്ള സമ്മാനം നമുക്ക് വേണ്ടി കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, അത് ദുഃഖവും നൈരാശ്യവും തന്നെ. പ്രിയപ്പെട്ടവരെ, ഏതായാലും നവോമി ബത്ലഹേം ഇപ്പോൾ സമൃദ്ധമായി എന്ന് കേട്ട് അതാ ബത്ലഹേമിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിക്കുകയാണ്. ആയതിനാൽ മരുമക്കളോട്, മഹ്ലോൻ്റെ ഭാര്യയായ ഓർപ്പയോടും കില്യോൻ്റെ ഭാര്യയായ റൂത്തിനോടും പറഞ്ഞു, നിങ്ങളുടെ ദേശം ഇത് തന്നെയാണ്, ബന്ധുക്കൾ ഇവിടെയുണ്ടല്ലോ, ചാർച്ചക്കാരും, അതിനാൽ നിങ്ങൾ മടങ്ങിപ്പോകുവിൻ. ഓർപ്പ വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് മടങ്ങിപ്പോയി. തൻ്റെ ദേശവും തൻ്റെ ചാർച്ചക്കാരും തൻ്റെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും എല്ലാം ഉള്ളിടത്ത് അവൾക്ക് നല്ല സുരക്ഷിതമുണ്ടായിരുന്നു. കഴിയുന്നതും വേഗം അവളുടെ വിവാഹം നടക്കുമെന്നും അവൾക്ക് തീർച്ചയുണ്ടായിരുന്നു. എന്നാൽ റൂത്താകട്ടെ നവോമിയെ വിട്ടുപിരിയാൻ കൂട്ടാക്കുന്നില്ല. കാരണം ഒരു ജീവനുള്ള ദൈവത്തെ, യഹോവയാം ദൈവത്തെ നവോമിയോടൊത്ത് ആരാധിച്ചിരുന്ന അവൾക്ക് അവിടത്തെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, നവോമി റൂത്തിനെയും കൂട്ടി അതാ ബത്ലഹേമിലേക്ക് മടങ്ങി വരികയാണ്. കൈപ്പായി തീർന്ന തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കൊയ്ത്തുകാരോടൊപ്പം റൂത്ത് അതാ കൊയ്യാൻ പോവുകയാണ്. വയലിൻ്റെ ഉടമയായ ബോവസിനെ വിവാഹം കഴിക്കുവാനും റൂത്തിന് ഭാഗ്യമുണ്ടായി. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഒരു സ്വർഗീയ സന്തോഷത്തിൻ്റെ അനുഭവം തന്നെ. യേശുനാഥൻ വന്നു പിറക്കാനുള്ള താഴ്വഴിയിൽ ആ അനാഥയായി തീരുമായിരുന്ന റൂത്ത് പ്രവേശിക്കുക തന്നെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഓർപ്പ ജഡത്തിന് തൻ്റെ ജഡിയന്മാരുള്ള ഭാഗത്തേക്ക് പോയപ്പോൾ റൂത്ത് ഒന്നുമില്ലായ്മയിലൂടെ യഹോവയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് തൻ്റെ അമ്മായിയമ്മയോടൊപ്പം അതാ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ,
റൂത്തിനെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന പരംദൈവത്തെ നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടം തന്നെ ആത്മശക്തിയിൽ നമ്മൾ ആശ്രയിച്ച് ആത്മാവിനെ പോഷിപ്പിച്ച് നന്മ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറിയാൽ പ്രിയരെ, നമുക്ക് നല്ല സമൃദ്ധിയും സന്തോഷവും ഈ ഭൂമിയിൽ തന്നെ ലഭിക്കുകയും പരലോകത്ത് നിത്യാനന്ദവും ലഭിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രിയപ്പെട്ടവരെ, അടിയത്തിയുടെ ഒരു സാക്ഷ്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അടിയത്തിയുടെ അപ്പിച്ച് ജനകീയ ആസൂത്രണം വഴി 35,000 രൂപ സർക്കാരിൽ നിന്നും മേടിച്ച് വെച്ച ഒരു ചെറിയ ഒരു വീട് വാർത്തു എന്ന് മാത്രം തേക്കാനോ വാടകയ്ക്ക് കൊടുത്ത് അല്പം പൈസ ലോൺ എടുത്തത് ബാങ്കിൽ കൊടുക്കാനോ ഒന്നും ശരിയാവില്ല. അങ്ങനെ അവിധം അടിയാത്തി ജോലി ചെയ്യുന്ന സൊസൈറ്റിയിലൊരു സാമ്പത്തിക ഞെരുക്കം നേരിടുകയും ചെയ്തപ്പോൾ അടിയാത്തി ആന്ധ്രയിലേക്ക് പോവുകയുണ്ടായി. ആദ്യം ഒരു കത്തോലിക്ക സഭയിൽ ടീച്ചറായി ജോലി ചെയ്തെങ്കിലും പിന്നീട് ഒരു ബൗത്തിസ്റ്റ് സഭയിൽ പ്രാർത്ഥനക്കാരുടെ കൂടെ ഒരു സ്കൂളിൽ ജോലി ചെയ്യാൻ, സൂസൻ പബ്ലിക് സ്കൂളിൽ ജോലി ചെയ്യുവാനിടയായി. പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ച് അനാഥാലയത്തിലെ 60 കുട്ടികളും ദേശത്തെ ആളുകളും ഒന്നിച്ച് യഹോവ നമ്മുടെ ദൈവത്തെ ആരാധിച്ച് വാഴ്ത്തിപ്പാടി സ്തുതിച്ചപ്പോൾ അടിയാത്തിയുടെ വീട്ടിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. കെട്ടുകിടന്ന വീട് 2 നിലയായി ഉയർന്നു. പ്രിയപ്പെട്ടവരെ, ഭർത്താവിനെ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നീടാണ് എൻ്റെ ആങ്ങളയ്ക്ക് ജോലി ലഭിച്ചത്. ജോലി ലഭിക്കും മുമ്പ് തന്നെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വൻകൃപയാൽ മഹാത്ഭുതം അടിയാത്തിയുടെ വീട്ടിൽ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, വിധം അടിയാത്തിയുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ, ആത്മാവൻ ദൈവത്തെ ആരാധിക്കാൻ ഒരുമ്പെട്ടപ്പോൾ അടിയാത്തിയുടെ വീടിന് വന്ന മഹത്വം, സമൃദ്ധി ഇന്ന് വരെ അത് നിലനിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, യഹോവയാം ദൈവത്തെ നന്ദിയോടെ സ്മരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വെളിപ്പാടിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ഈ വെളിപ്പാടിലേക്കാണ് കർത്താവ് എന്നെ വിളിച്ചത്. എങ്കിലും അല്പം സാക്ഷ്യവും വചനവും പറഞ്ഞു പോയതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ മക്കൾ എല്ലാവരും നമ്മെ ചുറ്റിപ്പറ്റി തന്നെ കഴിഞ്ഞുകൂടും. പ്രിയപ്പെട്ടവരെ, എവിടെ പോയാലും നമ്മുടെ അന്തികത്തിൽ വന്നിടാൻ അവർക്ക് വലിയ ത്വരയായിരിക്കും. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് സന്തോഷ സമാധാനം വിധം തന്നെ. പ്രിയപ്പെട്ടവരെ, സൂര്യനെ ഭൂമി ചുറ്റുന്നത് എന്തുകൊണ്ട്? തരകോളം മുഴുവൻ ഒരു അഗാധഗർത്തത്തെ ചുറ്റി കറങ്ങുന്നത് എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, ഭൂമിയും ചന്ദ്രനും സൂര്യനെ ചുറ്റാൻ കാരണം ഭൂമിയിൽ നിന്നും വേർപെട്ടത് കൊണ്ട് തന്നെ. തരാഗോളങ്ങളെല്ലാം, ഗാലക്സി മുഴുവൻ ഒരു അഗാധഗർത്തത്തെ ചുറ്റുന്നത്, ഒരു ബ്ലാക്ക് ഹോളിനെ ചുറ്റുന്നത് എന്ത്? അത് അവിടെ നിന്നും പുറപ്പെട്ടത് കൊണ്ട് തന്നെ. പ്രിയപ്പെട്ടവരെ, സൂര്യനും ചന്ദ്രനുമെല്ലാം ആ അഗാധഗർത്തത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രഗോളം തെളിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിൽ എല്ലാം മനുഷ്യന് വേണ്ടി തന്നെ. പ്രിയപ്പെട്ടവരെ, സൂര്യഗോളങ്ങളെ എല്ലാം പരംതാതൻ സൃഷ്ടിച്ചത്. അതിൽ പിശാച് ദൈവത്തിൻ്റെ തൊട്ടടുത്ത് ഇരുന്ന ദൈവദൂതന് നികളവ് സംഭവിച്ചു പിശാചായി മാറിയപ്പോൾ ആ പിശാചിനെ തോൽപ്പിക്കാൻ തന്നെ മാനവരെ സൃഷ്ടിക്കുവാൻ പരന്താതൻ തിരുമനസ്സായി. പ്രിയപ്പെട്ടവരെ,
എന്നാൽ 11, 11 അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാനവരെ വഞ്ചിക്കാൻ കച്ചകെട്ടിയിൽ നിൽക്കുന്ന പിശാചിനെ കാണുന്നു. ഒരു വെള്ളത്താൽ നശിക്കുന്ന മാനവ ജനതയെയും കാണുന്നു. എന്നാൽ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാൻ മാനവ ജനതയെ ആ മാനവർക്ക് വന്ന അധഃപതനത്താൽ ഹൃദയം പൊട്ടിച്ചിതറിപ്പോയാളായി തന്നെ പരന്താതൻ്റെ തങ്ങളുടെ സൃഷ്ടാവിൻ്റെ ഹൃദയം വിവിധമായപ്പോൾ പ്രിയരെ സൃഷ്ടാവ് മാനവർക്കായി ആദ്യ പർദൂസയിൽ സൃഷ്ടിച്ച സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം പൊട്ടിച്ചിതറി പോയി. വിഷമത്താൽ തന്നെ പ്രിയപ്പെട്ടവരെ അങ്ങനെ അവിധം 7 ആത്മാക്കൾ ദൈവത്തിൻ്റെ 7 കണ്ണുകളായി നിന്ന് 7 ഭൂമിയെയും നോക്കി സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ 7 ഭൂമി ചുറ്റുന്ന 7 സൂര്യന്മാരുമുണ്ട്. യേശുവിൻ്റെ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് എന്ന് പറയുന്നത് 7 സൂര്യന്മാർ തന്നെ, ആ സൂര്യനെ ചുറ്റുന്ന ഭൂമിയും. എന്നാൽ 7 സൂര്യന്മാരെ കൂടാതെ നിരവധി സൂര്യന്മാർ, നക്ഷത്രങ്ങൾ ഉണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ. 7 പൊൻനിലവിളക്കുകളുടെ മധ്യേ നടക്കുകയാണ് നമ്മുടെ യേശുനാഥൻ. അതിനാൽ തന്നെ സൂര്യന്മാർ ചലിക്കുന്നുവെന്ന് വ്യക്തം. ശാസ്ത്രവും അതിന് തെളിവ് തരുന്നു പ്രിയപ്പെട്ടവരെ. 7 പൊൻനിലവിളക്ക് 7 പർദീസ തന്നെ പ്രിയപ്പെട്ടവരെ. പർദീസയിൽ നിന്നും ഭൂമിയിലേക്ക് ജനങ്ങളതാ വന്നുകൊണ്ടിരിക്കും. 7 പർദീസയിൽ നിന്നും തന്നെ പർദീസയും 7ആയി ചിതറിപ്പോയല്ലോ പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ഭൂമിയിൽ രാവും പകലുമുള്ള ശുദ്ധീകരണത്തിന് കാലത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ നിത്യാനന്ദ നിർവൃതിയിൽ നമ്മുടെ യേശുനാഥൻ്റെ വരവിൽ പ്രിയപ്പെട്ടവരെ ഭൂമിയെല്ലാം ഒന്നായി സൂര്യന്മാർ എല്ലാം കെട്ടുപോവുകയും ചന്ദ്രൻ രക്തവർണ്ണമാകുകയും സൂര്യന്മാരെല്ലാം ദൂതന്മാരെല്ലാം തങ്ങളുടെ ജോലി അവസാനിപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ സൈന്യങ്ങളുടെ യഹോവയായ നമ്മുടെ ദൈവമെന്ന് പറയുന്നത് ഈ സൂര്യചന്ദ്രന്മാർ നിയന്ത്രിക്കുന്ന സൈന്യങ്ങൾ തന്നെ പ്രിയപ്പെട്ടവരെ. ആകാശത്തിലെ വിവിധം സൈന്യങ്ങളുടെ ഒരു നീണ്ട നിരയുണ്ട്. എന്നാൽ നമ്മുടെ ദൃഷ്ടികൾ കൊണ്ട് അത് നമുക്ക് കാണുവാൻ സാധ്യമല്ല തന്നെ പ്രിയപ്പെട്ടവരെ. എലീശ പ്രവാചകൻ തൻ്റെ ഗഹസിയോട് പറഞ്ഞ സംഭവം ഒന്നോർക്കുക. ആഹാബ് രാജാവിനേക്കാൾ അധികം സൈന്യനിര നമ്മോടൊപ്പമുണ്ടെന്ന കാണുവാനായി കണ്ണു തുറന്ന ഗഹസി അതിശയിച്ച് പോകുക തന്നെ ചെയ്തു. അഗ്നിരഥങ്ങളും സർവ്വവിധ യുദ്ധസന്നാഹങ്ങളുമായി തങ്ങളുടെ ചുറ്റും ദൈവിക സ്വർഗസേനകൾ അണിനിരന്നിരിക്കുന്ന കാഴ്ചയാണ് ആ ഗേഹസി കണ്ടത് പ്രിയപ്പെട്ടവരെ. അവിധം തന്നെ നമ്മുടെ ഭൂമിയിൽ നമ്മളുടെ ചുറ്റും സ്വർഗദൂതന്മാർ നമ്മെ സദാ പരിചരിക്കാൻ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ആകാശഗുഹത്തിൽ സാത്താൻ്റെ സൈന്യനിരകളും ഉണ്ട് പ്രിയപ്പെട്ടവരെ. ദയാലുവായ സ്നേഹവാനായ പരന്തൈവം സാത്താൻ്റെ സൈന്യത്തിനും ഒരു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അവരെയും ഇപ്പോൾ പരന്തൈവം വിധിക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പരന്തൈവം സാത്താൻ്റെ സൈന്യത്തെയും വിട്ടിരിക്കുകയാണ്. ഈ സാത്താൻ്റെ സൈന്യങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ നമ്മുടെ യേശുനാഥനും ദൈവവചനത്തിനും മാത്രമേ കഴിയുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. നാം യേശുനാഥനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുകയാണെങ്കിൽ പ്രിയരെ നമുക്ക്
സ്വർഗീയാനന്ദം, സ്വർഗീയ സന്തോഷം ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അന്ത്യത്തിൽ നമുക്ക് നമ്മുടെ ദൈവം പുതിയതാം സൃഷ്ടിക്കുന്ന ഭൂമിയിൽ നമ്മുടെ നമ്മുടെ കഴിഞ്ഞുപോയ തലമുറകളിലെ ലക്ഷക്കണക്കിന് എല്ലാ തലമുറയെയും കണ്ടുകൊണ്ട്, ആദം വരെയുള്ള എല്ലാ തലമുറയെയും കണ്ടുകൊണ്ട് ആനന്ദ നിർവൃതിയിൽ ആറാടുന്ന കാഴ്ച എത്ര മഹനീയമായിരിക്കും, എത്ര സന്തോഷമായിരിക്കും പ്രിയപ്പെട്ടവർ. അന്ന് നമ്മുടെ പരന്താതൻ സൃഷ്ടിക്കുന്ന ആകാശത്തിൽ കൂടി നോക്കിയാൽ നമുക്ക് സ്വർഗവും സിംഹാസനവും ദൂതന്മാരെയും മാലാഖമാരെയും കാണാനും ആരാധിക്കാനും സാധിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിലെ സർവ്വമാനവരുടെയും പാപങ്ങൾ നമ്മുടെ യേശുനാഥൻ തിരുരക്തത്താൽ കഴുകിപ്പോയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നന്മ ചെയ്യാതെ വലയുന്ന ചിലർ ഉണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. ആ തിന്മ ചെയ്യുന്നവർ തിന്മയിലൂടെ അവർക്ക് ലഭ്യമാകാനിരിക്കുന്ന എല്ലാ കഷ്ടങ്ങളും സങ്കടങ്ങളും നിർവീര്യമാക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സത്യത്തെ അറിഞ്ഞ് ആരാധിക്കാൻ അവരെയും ഇടയാക്കണമെന്ന് നമുക്ക് പരന്താതനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരന്താതൻ നമ്മെ അനുഗ്രഹിച്ച് അവരെയും അവിടുത്തെ സന്നിധിയിലേക്ക് ആനയിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രാം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എല്ലാ മക്കളോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. തൻ്റെ പുത്രനെ തന്ന് ഞങ്ങളെ മരണത്തിൽ നിന്നും വീണ്ടെടുത്ത അവിടുത്തെ നാമമഹത്വത്തിനായി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുവേ, വേഗം വരണമേ.